ലിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കൂന്തൽ നിറയ്ക്കണതാണ് ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കണമെന്ന് നമുക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നന്നാക്കട്ടെ. ഇങ്ങനെ ചീന്തി എടുക്കണം. ഇങ്ങനെ ഒരു കത്തിയുണ്ട് ഇതിന്, ഉണ്ടോ? ഇതിങ്ങനെ എടുത്ത് മാറ്റണം. പിന്നെ ഇതിൻ്റെ തലയെടുക്കുക, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ മാറ്റണം. ഇതിൻ്റെ തലയൊന്നും കളയില്ല കേട്ടോ, അതൊക്കെ എടുക്കും. നന്നാക്കി എല്ലാതും നന്നാക്കട്ടെ. അതുപോലെ ഇതൊന്നും കളയില്ല, ഇതൊക്കെ മുറിച്ച് മസാല ഉണ്ടാക്കണതിൽ ചേർക്കും. ചെറുതാക്കി മുറിക്കണം. അപ്പോൾ കൂന്തളിൻ്റെ തലയൊക്കെ അരിഞ്ഞ് വെച്ചു, അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിക്കണം. വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞത് കുറങ്ങനെ അരിയണം. അങ്ങനെ ആദ്യം ഇടുന്നത്. ഇതിൽ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് വാടി വരയ്ക്കാം. മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പിടണം. അതിലേക്ക് ചെറുതായി അരിഞ്ഞൊരു തക്കാളി ഇടുന്നുണ്ട്. തല ചെറുതാക്കി അരിഞ്ഞത് കൂന്തളിൻ്റെ. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, പെരുംജീരകം, കുരുമുളക് ഒക്കെ ഇതിലിടണം. മസാല റെഡിയായി. അപ്പോൾ നമുക്ക് നിറയ്ക്കാം. അപ്പോൾ നമുക്ക് നിറച്ചാലോ? ചെറിയതായ കാരണേ നമ്മളങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് നിറച്ചു. അതുപോലെ എല്ലാതും നിറച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂന്തളൊക്കെ നിറച്ച് അടുപ്പത്ത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ആവിയിൽ വേവിക്കണം ആദ്യം. അപ്പോൾ അതിലിരുന്ന് ആവട്ടെ. മൂടിയിരുന്ന് വേവട്ടെ. ആവിയിൽ വേവിച്ചു, വെന്തു. അത് എടുക്കണം. പിന്നെ നമുക്കൊരു പണിയും കൂടി ഉണ്ട് ഇതുകൊണ്ട്. അപ്പോൾ ചട്ടി വെച്ച് അതിൽ ഇത്തിരി എണ്ണ ഒഴിക്കണം. കുറച്ച് മുളകും പൊടി ഇടണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇതിലൊന്ന് കിടന്ന് മൊരിഞ്ഞ് വരണം. ഇതിൽ കിടന്ന് ആ മിളകൊക്കെ ഒന്ന് ഇതുമ്പോൾ പിടിക്കാനാണ്. ഞാനിത് ആദ്യമായിട്ട് ചെയ്യണത്. വീഡിയോയിൽ പലരും ചെയ്യണ കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ്. പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അത് ഒരു ദിവസം ഇത് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇന്നാണ് അത് കിട്ടിയത്. കൂന്തൾ കിട്ടണ്ട. അപ്പോൾ ഇത് റെഡിയായി. നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.